ഹലോ എവരി വൺ. നിങ്ങൾ സ്ഥിരമായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ ഉപയോഗിച്ചു പോകുമ്പോൾ നൂറുകണക്കിന് ഗ്രാം ലിപ്സ്റ്റിക് ആണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് മാത്രമല്ല, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള പല കെമിക്കൽസും ചുണ്ട് കറുത്തു പോവാനും ചുണ്ട് ഡ്രൈ ആയി പൊട്ടിപ്പോകാനും മുഖത്തൊക്കെ പിഗ്മെന്റേഷൻ വരാനും മാത്രമല്ല സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ വരെ കാരണമാകുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് സുരക്ഷിതമായ നല്ല ലിപ്സ്റ്റിക് ബ്രാൻഡുകൾ പരിചയപ്പെടാം. മാത്രമല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു നല്ല ലിപ്സ്റ്റിക് തെരഞ്ഞെടുത്ത് ഉപയോഗിക്കാം എന്നുകൂടി പറഞ്ഞുതരാം. ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള മാരകമായ വിഷാംശങ്ങൾ ചുണ്ടിലും വായയിലും ഒക്കെ ക്യാൻസർ ഉണ്ടാക്കാൻ വരെ കാരണമാവാറുണ്ട്. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇനി സുരക്ഷിതമായ കുറച്ച് ലിപ്സ്റ്റിക്സ് പരിചയപ്പെടാം. ഒരു ലിപ്സ്റ്റിക് മേടിക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് എക്സ്പയറി ഡേറ്റ്. ലിപ്സ്റ്റിക് മാത്രമല്ല, എന്ത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും ആദ്യം നോക്കേണ്ടതാണ് എക്സ്പയറി ഡേറ്റ്. ഇന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പല പ്രൊഡക്റ്റുകളും പല മാർക്കറ്റുകളിലായിട്ടോ പല പ്ലാറ്റ്ഫോമുകളിലായിട്ടും നല്ല ഓഫറിൽ വിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഓഫർ പ്രൈസിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും മാക്സിമം മേടിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് കൃത്യമായി വായിച്ചു നോക്കി ഇത്തരം കെമിക്കൽസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അറ്റ്ലീസ്റ്റ് ഇതിൽ പറയുന്ന 2 അതിലധികമോ കെമിക്കൽസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അതിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ബ്രാൻഡ് ആയിട്ട് കണക്കാക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സർട്ടിഫിക്കേഷൻ മാർക്സ് ആണ്. ഈ 4 സർട്ടിഫിക്കേഷൻ മാർക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലിപ്സ്റ്റിക്കിന്റെ ബോക്സിന്റെ പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഒരു ആനിമൽസിനെയും ഹാം ചെയ്യാതെ ആണ് ഇത്തരം ലിപ്സ്റ്റിക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കൂടി അതിൽ നിന്ന് കണക്കാക്കാം. അതുകൊണ്ട് ഇതൊക്കെ സുരക്ഷിതമായ ലിപ്സ്റ്റിക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് മാർക്കിങ്സ് ആണ്. അടുത്ത കാര്യം, ലിപ്സ്റ്റിക്കിന്റെ ലേബലിന്റെ മുകളിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മിതമായി ഫ്രാഗ്രൻസ് ഉള്ള അല്ലെങ്കിൽ സുഗന്ധമുള്ള ലിപ്സ്റ്റിക്സ് സെലക്ട് ചെയ്യരുത്. അധികം സ്മെല്ലില്ലാത്ത ലിപ്സ്റ്റിക് മാത്രം ചൂസ് ചെയ്യുക. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ലിപ്സ്റ്റിക് മേടിക്കുക. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല കെമിക്കൽസും ആണ് ലിപ്സ്റ്റിക്കിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പറയുന്ന ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ കുറച്ച് ബ്രാൻഡിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങി ഉപയോഗിക്കാം. ലിപ്സ്റ്റിക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.